അർജന്റീനയ്ക്ക് മെസ്സി, പോർച്ചുഗലിന് റൊണാൾഡോ. എന്നാൽ ഒരു പതിറ്റാണ്ടുകാലം ലോക ഫുട്ബോളിനെ പൂർണ്ണമായി നിയന്ത്രിച്ച സ്പെയിനിലേക്ക് നോക്കിയാൽ അവിടെ എടുത്തു പറയത്തക്കവണ്ണം ഒരൊറ്റ സൂപ്പർ സ്റ്റാർ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതാണ് ആ ടീമിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ സവിശേഷത. അവരുടെ തന്ത്രത്തിൽ ഗ്രൗണ്ടിലിറങ്ങുന്ന 11 പേരും ഒന്നിനൊന്നിനും മികവുറ്റ പ്രതിഭകളായിരുന്നു. വ്യക്തിഗത മാന്ത്രികതയേക്കാൾ അവർ വിശ്വസിച്ചത് തങ്ങളുടെ വ്യവസ്ഥിതിയെയാണ്. ആ വിനാശകരമായ തന്ത്രത്തിന്റെ പേരാണ് ടിക്കി ടാക്ക. ഇതൊരു ലളിതമായ പാസിംഗ് ഗെയിം ആയിരുന്നില്ല, മൈതാനത്ത് കൃത്യമായ ജാമിതി നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഈ മിഡിൽ ഫീൽഡ് സഖ്യം മൈതാനത്ത് പന്ത് കൈമാറിയത് വെറും കാലുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് സെക്കൻഡുകളുടെ കൃത്യതയുള്ള ദീർഘവീക്ഷണം കൊണ്ടായിരുന്നു. പന്തുമായി നിൽക്കുന്ന ഒരു കളിക്കാരന് ചുറ്റും എപ്പോഴും 2 പാസിംഗ് ഓപ്ഷനുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. തുടർച്ചയായി ഒരു ലോകകപ്പും 2 യൂറോ കപ്പും സ്വന്തമാക്കി സ്പെയിൻ ലോകത്തിന് ഒരു കാര്യം വ്യക്തമാക്കി കൊടുത്തു: വ്യക്തിഗത മികവുകളേക്കാൾ വലുതാണ് കൃത്യമായ ആസൂത്രണവും ഒത്തൊരുമയും എന്ന്. വ്യക്തികൾ മത്സരങ്ങൾ വിജയിപ്പിച്ചേക്കാം, പക്ഷേ വ്യവസ്ഥിതികൾ മാത്രമാണ് സാമ്രാജ്യങ്ങൾ നിർമ്മിക്കുന്നത്.